എല്ലാവർക്കും നമസ്കാരം. CC ജനറൽ PSC ചാനലിൻ്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഷൈജു. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ്. നമുക്കെല്ലാവർക്കും അറിയാം, 2025 എന്ന് പറയുന്ന ഒരു വർഷം സമാനതകളില്ലാത്ത ഒരു വർഷമായിരുന്നു അല്ലേ. ഒരുപാട് തസ്തികകളിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് 2025 വന്നത്. അതിൻ്റെ പരീക്ഷകൾ നമ്മൾ എഴുതാൻ പോകുന്നത് 2026 കൂടിയാണ്. ആ 2026 നമ്മൾ 2026 കാലെടുത്ത് വെച്ചതിന് ശേഷം ഒരു മാസം ദാ വരണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോയി. ഇനി ആകെ 11 മാസത്തെ സമയം മാത്രമാണ് നമുക്ക് ഉള്ളത്. ആ ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും വിവിധ പരീക്ഷകൾ എഴുതി മാറി. ഇനി നമ്മൾ പല പരീക്ഷകളും എഴുതാൻ പോവാണ്. നമുക്കറിയാം, നമ്മൾ ഈ 2026 കൂടി എഴുതാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡിഗ്രി ലെവൽ പരീക്ഷകളെന്ന് പറഞ്ഞാൽ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, കോർപ്പറേഷൻ അസിസ്റ്റൻറ്റ്, അതുപോലെ എക്സൈസ് ഇൻസ്പെക്ടർ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലേക്കുള്ള അസിസ്റ്റൻറ്റ് പരീക്ഷ, ആംഡ് പോലീസ് SI, അതേപോലെ സിവിൽ പോലീസ് SI, ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ, അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് ഉൾപ്പെടെയുള്ള ഒരുപാട് പരീക്ഷകളാണ് ഡിഗ്രി ലെവൽ പരീക്ഷകൾ നമ്മൾ എഴുതാൻ പോകുന്നത്. നമുക്ക് ചുരുക്കി പറഞ്ഞാൽ അധിക നാൾ പഠിക്കുവാൻ കിട്ടത്തുമില്ല. ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആകെ 3 മാസത്തെ സമയം മാത്രമാണ് പഠിക്കാൻ കിട്ടുന്നത്. തുടർന്ന് നിങ്ങൾ ഓരോരുത്തരും CPO, വിമൻ CPO, സിവിൽ എക്സൈസ് ഓഫീസർ ഉൾപ്പെടെയുള്ള യൂണിഫോം തസ്തികകൾക്ക് കൂടി നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പിന്നെ നമ്മളെല്ലാവരും എഴുതുന്ന വളരെ പ്രധാനപ്പെട്ട പരീക്ഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനി ബോർഡ് കോർപ്പറേഷൻ LGS പരീക്ഷയാണ്. അതേപോലെ ബെവ്കോ LD പരീക്ഷ, അതേപോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് പരീക്ഷ. അങ്ങനെ പരീക്ഷകളുടെ ഒരു ഉത്സവമാണ് 2026 എന്ന് പറയുന്ന വർഷം. അപ്പോൾ 2026 നമ്മുടെ അവസരങ്ങൾ എന്ന് പറയുന്നത് വലിയ അവസരങ്ങളാണ് നമുക്ക് കിട്ടിയത്. ഒരെണ്ണം അല്ലെങ്കിൽ മറ്റൊരെണ്ണം, മറ്റൊരെണ്ണം അല്ലെങ്കിൽ മറ്റൊരെണ്ണം, അങ്ങനെ ഒരുപാട് അവസരങ്ങൾ തന്നുപോയ ഒരു വർഷമായിരുന്നു 2026. ആ 2026 എന്ന് പറയുന്ന ഈ ഒരു വർഷത്തിലേക്ക് നമ്മൾ നടന്ന് നീങ്ങുന്ന സമയത്ത് ഇതൊരു അസറ്റാക്കി എടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. 2026 എന്ന് പറയുന്ന വർഷത്തിലെ നമുക്ക് ജോലി കിട്ടിയ, പരീക്ഷ എഴുതിയ വർഷമായിട്ട് 2026 നിങ്ങൾ നിങ്ങളുടെ ജീവിത ചരിത്രത്തിൽ രേഖപ്പെടുത്തണം. ഇതുപോലെ ഒരു അവസരം ഇനി 3 വർഷം കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ മുമ്പിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾ പഠിച്ച് മുമ്പോട്ട് പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 2026 കൂടി നിങ്ങളുടെ പരീക്ഷ വിജയം ഉറപ്പിക്കാവുന്നതാണ്. കാരണം ഇതുപോലെ അവസരം കിട്ടണമെങ്കിൽ എത്ര നാൾ നമ്മൾ കാത്തിരിക്കണം? അപ്പം നിങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, എടാ, നിങ്ങളുടെ മുമ്പിലെ ഇനിയും സമയമുണ്ട്. വൃത്തിയായിട്ട് ഇരുന്ന് പഠിക്കുന്നവൻ ഉറപ്പായിട്ടും ഈ 2026 ഈ പരീക്ഷയോടുകൂടി നിങ്ങളുടെ വിജയം സാധ്യമാകും. സോ 2027, 2028 കൂടി നിങ്ങളുടെ സ്വപ്ന ജോലി, സർക്കാർ ജോലി എന്ന് പറയുന്ന നിങ്ങളുടെ ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന വർഷമായിട്ട് 2027, 2028 കാലം വരും. അപ്പം അതുകൊണ്ട് നന്നായിട്ട് പഠിച്ച് മുമ്പോട്ട് പോവുക. ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിടാറുണ്ട്. അത് ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരിക്കാം, ശാരീരിക ബുദ്ധിമുട്ടുകളായിരിക്കാം, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം. പക്ഷെ പ്രതിസന്ധികളിൽ വീണു പോകാതെ, ഒരിക്കലും നിങ്ങൾ അവിടെ ഒന്ന് വീണു പോയാൽ അവിടെ ഇരുന്ന് പോകരുത്. ചാടി എഴുന്നേറ്റുകൊണ്ട് ഓടാൻ കഴിയുന്നില്ലെങ്കിൽ പതിയെ നടന്നെങ്കിലും മുമ്പോട്ട് തന്നെ നീങ്ങണം. കാരണം നമ്മുടെ ജീവിതത്തിലെ ഒരർത്ഥമുണ്ടാകണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു സർക്കാർ ജോലി നേടിയെടുക്കണം എന്നുള്ളതാണ് യാഥാർത്ഥ്യത. അപ്പോൾ സർക്കാർ ജോലി സ്വപ്നം കണ്ടുകൊണ്ട് നടന്നു നീങ്ങുന്ന സമയത്ത് ഇത്തരത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന അവസരങ്ങളെ കൃത്യമായിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിച്ചുകൊണ്ട് വിജയത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതായത് അല്ലാതെ കുറേ നാൾ കഴിയുമ്പോൾ, ഒരു 3-4 വർഷം കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ് ഒരു PSC പരീക്ഷയൊക്കെ എഴുതി സർക്കാർ സർവീസിലേക്ക് എത്തണമെന്ന് വിചാരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ അന്നേരം നിങ്ങളുടെ മുമ്പിലേക്ക് അവസരങ്ങൾ ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്മൾ ഈ അവസരങ്ങൾ വരുമ്പോൾ
നമ്മുടെ പ്രതിസന്ധികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാറി നിൽക്കാതെ അവസരങ്ങൾ വരുമ്പോൾ ആ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന വ്യക്തികൾക്ക് വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യത. അപ്പോൾ അവസരങ്ങൾ വരുന്ന സമയത്ത് അത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആ പരീക്ഷ എഴുതി ഭംഗിയായിട്ട് വിജയം കരസ്ഥമാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഒരു ടൈം ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ട് ഈ ഒരു പരീക്ഷയെ നേരിടുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പം നിങ്ങൾ ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും ഓരോ അവസരങ്ങളാണ്. ഇപ്പം തന്നെ നിങ്ങൾ റീസെൻ്റായിട്ട് കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സൈസ് വകുപ്പിലേക്ക് 134 തസ്തികകൾ കൂടി കഴിഞ്ഞ ദിവസം മന്ത്രിസഭ കൂടി പുതിയ തസ്തികകൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. അവിടെ നമ്മളെല്ലാവരും കണ്ടതാണ് സർക്കിൾ ഇൻസ്പെക്ടറിൻ്റെ 2 ഒഴിവുകളും അതേപോലെ ഇൻസ്പെക്ടർ 4 ഒഴിവുകളും അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ 34 ഒഴിവുകൾ, നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ അധികമായിട്ട് 42 തസ്തികകൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. വിമൻ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ 12 തസ്തികകൾ കൂടി സൃഷ്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഓരോ അവസരങ്ങളായിട്ട് നമ്മുടെ മുമ്പിൽ വരികയാണ്. അപ്പോൾ അവസരങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ മാറി നിൽക്കാതെ പഠിച്ചു മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ വരാൻ പോകുന്ന പരീക്ഷകൾക്കെല്ലാം തന്നെ നിങ്ങൾക്ക് കൃത്യമായ ഒരു ഗൈഡൻസോട് കൂടി മുമ്പോട്ട് നീങ്ങുവാൻ CCയിലെ ഏറ്റവും പുതിയ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അത്തരം ബാച്ചുകളിലേക്ക് അഡ്മിഷൻ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാവുന്നതാണ്. കൃത്യമായ ഒരു മെൻറ്റർഷിപ്പോട് കൂടി ഗൈഡൻസോട് കൂടി നിങ്ങൾക്ക് വരാൻ പോകുന്ന മത്സര പരീക്ഷകളെല്ലാം തന്നെ ഈ ഒരു ലിമിറ്റഡ് സമയത്തിനുള്ളിൽ ക്രാക്ക് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാവുന്നതാണ്. അപ്പോൾ വീണ്ടും അവസാനമായിട്ട് നമ്മളിതിന് ഇടയിൽ വന്ന് പറയുന്നതിൻ്റെ കാരണം നമ്മുടെ നല്ല പ്രായം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ല. ആ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾ പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം. ചെറിയ സാമ്പത്തികത്തിൻ്റെ പുറകിന് പോയിട്ട് വലിയ ഫ്യൂച്ചർ കളയാതെ കിട്ടിയ അവസരങ്ങൾ, ഇച്ചിരി സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തുകൊണ്ട് കിട്ടിയ അവസരങ്ങൾ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ഗോളാക്കി മാറ്റിയെടുത്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ നിങ്ങൾ വിജയിക്കുമെന്നുള്ളതാണ് വസ്തുത. അപ്പോൾ സർക്കാർ ജോലി സ്വപ്നം കാണുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും 2026 എന്ന് പറയുന്ന വർഷം വലിയൊരു അവസരം തരുന്ന ഒരു വർഷമാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകുന്ന ഒരു വർഷമായിട്ട് 2026 2027 മാറട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എഴുതാൻ പോകുന്ന പരീക്ഷകളെല്ലാം തന്നെ നല്ല മാർക്കോടുകൂടി വിജയം കരസ്ഥമാക്കട്ടെ. ഇനി എന്തെങ്കിലും സംശയങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. മറ്റൊരു സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.